Hello friends, welcome to my channel Open Book. ഇന്നത്തെ ലെക്ചർ CA ഇന്റർ ഓൾ സിലബസ് ഇൻഫർമേഷൻ ടെക്നോളജി ചാപ്റ്റർ 3ലെ നെറ്റ്വർക്ക് ടോപ്പോളജീസും ഓരോ നെറ്റ്വർക്ക് ടോപ്പോളജീസിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ടോപ്പിക് ഈസ് നെറ്റ്വർക്ക് ടോപ്പോളജി. ഒരു നെറ്റ്വർക്കിൽ കുറെ നോഡുകൾ ഉണ്ടാവാം, കുറെ ഡിവൈസസുകൾ ഉണ്ടാവും. ഈ നോഡുകളും ഡിവൈസസിലും എങ്ങനെയാണ് ഈ നെറ്റ്വർക്കിൽ ഫിസിക്കലി ആൻഡ് ലോജിക്കലി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലേഔട്ടിനെയാണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. ഡിവൈസസിന് എക്സാമ്പിൾ കമ്പ്യൂട്ടർ ആവാം, ഒരു സ്കാനർ ആവാം, ഒരു പ്രിന്റർ ആവാം, അങ്ങനെ ഏതെങ്കിലും നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസസ് ആവാം. സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. പോയിന്റ് ടു പോയിന്റ്, ബസ്, റിംഗ്, സ്റ്റാർ, ട്രീ, മെഷ്, ഹൈബ്രിഡ്. ഇതിൽ നിങ്ങൾക്ക് കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ബസ്, റിംഗ്, സ്റ്റാർ, മെഷ് ടോപ്പോളജീസ് ആണ്. സോ ലെറ്റ്സ് ഡീപ് ഡൈവ് ഇൻ ടു ദോസ് ടോപ്പോളജീസ്. ഫസ്റ്റ് ടോപ്പോളജി ഈസ് ബസ് നെറ്റ്വർക്ക് ഓർ ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിയിൽ ഒരു മെയിൻ ആയിട്ടുള്ള നെറ്റ്വർക്ക് ലൈൻ ഉണ്ട്. ഈ നെറ്റ്വർക്ക് ലൈന് കോപ്പർ വയർ വെച്ചോ ഒപ്റ്റിക്കൽ കേബിൾ വെച്ചോ ആയിരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ മെയിൻ ലൈനെ നമ്മൾ ബസ് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്നാണ് പറയുന്നത്. ഈ ബാക്ക് ബോണിലേക്ക് കുറെ നെറ്റ്വർക്ക് ഡിവൈസസ് കണക്ട് ചെയ്ത് വെച്ചിരിക്കും. ഈ നെറ്റ്വർക്ക് ഡിവൈസസ് എന്തൊക്കെയാവാം? ഒരു കമ്പ്യൂട്ടർ ആവാം, ഒരു പ്രിന്റർ ആവാം, ലാപ്ടോപ്പ് ആവാം, ഒരു സെർവർ ആവാം. ഈ ബാക്ക് ബോണിലേക്ക് ഈ നെറ്റ്വർക്ക് ഡിവൈസസിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെറ്റ്വർക്ക് ലൈനിനെ ഡ്രോപ്പ് ലൈൻ എന്നാണ് പറയുന്നത്. ഈ ഡ്രോപ്പ് ലൈൻ ബാക്ക് ബോണുമായിട്ട് കൂടിച്ചേരുന്ന ആ പോയിന്റിനെ ടി കണക്ടർ എന്ന് പറയും. ഈ സെറ്റപ്പിനെയാണ് നമ്മൾ ബസ് ടോപ്പോളജി അല്ലെങ്കിൽ ബസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ബസ് ടോപ്പോളജിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് ആണ്. അതായത് ഈ എൻറ്റയർ നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യാൻ ഒരു സെൻട്രലൈസ് സെർവറോ അല്ലെങ്കിൽ സെൻട്രലൈസ് നെറ്റ്വർക്കിംഗ് ഡിവൈസസോ ഇല്ല. ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഈ ലാപ്ടോപ്പിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ ഈ കമ്പ്യൂട്ടർ നേരിട്ട് ഈ ലാപ്ടോപ്പിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. അല്ലാതെ ഈ സെർവറിൽ നിന്ന് വേറെ ഏതെങ്കിലും നെറ്റ്വർക്ക് ഡിവൈസസിലേക്ക് ഇൻഫർമേഷൻ ആദ്യം സെൻഡ് ചെയ്ത് ആ നെറ്റ്വർക്ക് ഡിവൈസസ് ഈ ലാപ്ടോപ്പിലേക്ക് കമ്മ്യൂണിക്കേഷൻ റീറൗട്ട് ചെയ്യുന്ന കോംപ്ലക്സിറ്റി ഒന്നും ബസ് നെറ്റ്വർക്കിൽ ഇല്ല. ബസ് നെറ്റ്വർക്കിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഈസി ടു സെറ്റപ്പ് ആണ്. ബസ് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഒരു നെറ്റ്വർക്ക് ലൈനും കുറെ ടി കണക്ടേഴ്സും മതി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ബസ് നെറ്റ്വർക്ക് നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാനും ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാനും പറ്റും. സെക്കൻഡ് അഡ്വാൻറ്റേജ് ബസ് നെറ്റ്വർക്ക് ഈസി ടു മാനേജ് ആണ്. അതായത് ബസ് നെറ്റ്വർക്ക് ഒരു ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഹോസ്റ്റ് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ഫയൽ സെർവറോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഡിവൈസസോ ഇല്ല ഈ എൻറ്റയർ നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ സെൻട്രലൈസ്ഡ് ഡിവൈസ് വർക്ക് ചെയ്യുന്നില്ല എന്ന കാരണം കൊണ്ട് ഈ നെറ്റ്വർക്കിന് ഒരു പ്രശ്നവും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ബസ് നെറ്റ്വർക്ക് വളരെ റിലയബിൾ ആണ്. തേർഡ് അഡ്വാൻറ്റേജ്, ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും മൈക്രോ കമ്പ്യൂട്ടേഴ്സോ ഡിവൈസസോ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിനെ അത് ബാധിക്കുകയില്ല. ഈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഡിവൈസസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു ഇഷ്യൂസും അവിടെ സംഭവിക്കില്ല. ഫോർത്ത് അഡ്വാൻറ്റേജ്, ഏറ്റവും ലീസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് ബസ് നെറ്റ്വർക്ക്. കാരണം ഒരു ബസ് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ നമുക്കൊരു നെറ്റ്വർക്ക് കേബിളും കുറെ ടി കണക്ടേഴ്സും മാത്രം മതി. ഫിഫ്ത്ത് പോയിന്റ്, ഓൾറെഡി നമുക്കൊരു ബസ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ കുറെ ഡിവൈസസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആ ബസ് നെറ്റ്വർക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരുപാട് വലിയ ഡിവൈസസ് ഒന്നും വേണ്ട. ഒരു സിമ്പിൾ ആയിട്ടുള്ള കണക്ടർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബസ് നെറ്റ്വർക്ക് ഈസി ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പോയിന്റ്, ചില കേസസിൽ ബസ് നെറ്റ്വർക്ക് ഭയങ്കര ലെങ്തി ആയിപ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഫസ്റ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് ലാസ്റ്റ് കമ്പ്യൂട്ടറിലേക്ക് ഒരു മെസ്സേജ് നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യണമെങ്കിൽ ഈ സിഗ്നല് ലാസ്റ്റ് കമ്പ്യൂട്ടറിലേക്ക് എത്തുമ്പോഴേക്കും ഈ സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറഞ്ഞ് മെസ്സേജ് ഗാർബിൾഡ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. സോ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇടയ്ക്ക് കുറെ റിപ്പീറ്റേഴ്സ് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബസ് നെറ്റ്വർക്ക് എത്ര വലുതായാലും റിപ്പീറ്റേഴ്സ് വഴി നമുക്ക് സിഗ്നൽ സ്ട്രെങ്ത് കോൺസ്റ്റന്റ് ആക്കി നിർത്തി പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. അഡ്വാൻറ്റേജസ് പോലെ തന്നെ കുറെ ഡിസഡ്വാൻറ്റേജസും ബസ് നെറ്റ്വർക്കിനുണ്ട്. ഒരു ബസ് നെറ്റ്വർക്കിൽ ഒരുപാട് ഡിവൈസസ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ എല്ലാ ഡിവൈസസും നെറ്റ്വർക്കിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഒരു നെറ്റ്വർക്ക് ട്രാഫിക് കൺജഷൻ സംഭവിക്കും. ഇതിന് കാരണം ബസ് നെറ്റ്വർക്കിന് ഒരു സെൻട്രലൈസ് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ സെൻട്രലൈസ് ഡിവൈസസ് ഇല്ല ഈ നെറ്റ്വർക്ക് ഡിവൈസസിനെ കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ നെറ്റ്വർക്കിലേക്ക് ഈ ഡിവൈസസിന് ഇഷ്ടമുള്ളപ്പം മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. സോ
ഇവർ തോന്നിയ പോലെ മെസ്സേജസ് സെൻഡ് ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററപ്റ്റ് ആയി ഈ മെസ്സേജസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ലോസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നോഡുകൾ തമ്മിൽ ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നെങ്കിൽ ഒപ്റ്റിക്കൽ കേബിൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കേബിൾ, കോയാക്സിയൽ കേബിൾ ഒക്കെ വെച്ചായിരിക്കുമല്ലോ. രണ്ട് നോഡുകൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ സ്വാഭാവികമായും ഇലക്ട്രിക്കൽ സിഗ്നൽസ് വീക്കനായി പോവാം. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വീക്കൻ ആകുന്നത് ഒഴിവാക്കാനാണ് നമ്മൾ പൊതുവേ റിപ്പീറ്റേഴ്സ് വെക്കുന്നത്. നമ്മൾ അഡ്വാൻറ്റേജസ് ആയിട്ട് റിപ്പീറ്റർ വെക്കാമെന്ന് പറഞ്ഞു. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റിപ്പീറ്റർ വെച്ചുകൊണ്ട് നമുക്ക് ബസ് നെറ്റ്വർക്കിന്റെ ഈ ഇഷ്യൂ പരിഹരിക്കാൻ പറ്റും. അല്ലാതെ വലിയൊരു എക്സ്പെൻസീവ് ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. തേർഡ് ഡിസഡ്വാൻറ്റേജ്, ഒരു ബസ് നെറ്റ്വർക്കിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ടോപ്പോളജിയാണ് സ്റ്റാർ ടോപ്പോളജി അല്ലെങ്കിൽ സ്റ്റാർ നെറ്റ്വർക്ക്. സ്റ്റാർ ടോപ്പോളജി ഫോളോ ചെയ്യുന്നത് ഒരു സെൻട്രലൈസ്ഡ് അപ്രോച്ചാണ്. ഇവിടെ ഒരു സെൻട്രൽ സെർവർ അല്ലെങ്കിൽ സെൻട്രൽ ഡിവൈസ് ഉണ്ടാവും. ഈ സെൻട്രൽ ഡിവൈസ് അല്ലെങ്കിൽ സെർവറിലേക്കായിരിക്കും എല്ലാ നോഡ്സ് അല്ലെങ്കിൽ എല്ലാ ഡിവൈസസും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സെൻട്രലൈസ് സെർവറിന്റെ ജോലി എന്ന് പറയുന്നത് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുക എന്നതാണ്. നമ്മൾ ബസ് നെറ്റ്വർക്കിൽ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പഠിച്ചത് ബസ് നെറ്റ്വർക്കിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ ഒരു സെൻട്രലൈസ്ഡ് ഡിവൈസ് ഇല്ല. അതുകൊണ്ട് തന്നെ ട്രാഫിക് കൺജഷൻ സംഭവിക്കും. പക്ഷേ സ്റ്റാർ ടോപ്പോളജിയിൽ പൊതുവെ ആ ഇഷ്യൂസ് ഉണ്ടാവുകയില്ല. ഒരുപാട് കമ്പനീസ് സ്റ്റാർ ടോപ്പോളജി ഫോളോ ചെയ്യാറുണ്ട്. ഇനി സ്റ്റാർ ടോപ്പോളജി ഏതൊക്കെ കമ്പനീസ് ആണ് വെൽ സൂട്ടഡ് ആയിട്ടുള്ളത്? ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ പ്രോസസ്സിംഗ് ഫെസിലിറ്റി ഒരു കമ്പനിക്ക് ഉണ്ട്. കൂടാതെ തന്നെ ആ കമ്പനിക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സും ഒരുപാട് ഡിവൈസസും ഒരുപാട് ലൊക്കേഷൻസും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ലൊക്കേഷൻസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് കണക്ട് ചെയ്യുന്നതിന് പകരം ഈ സെൻട്രലൈസ് ഡാറ്റ പ്രോസസ്സിംഗ് ഫെസിലിറ്റീസിലേക്ക് ഈ ഡിപ്പാർട്ട്മെന്റ്സും ലൊക്കേഷൻസും ഈവൻ ഡിവൈസസ് കണക്ട് ചെയ്ത് വെക്കും. അപ്പോൾ എല്ലാ ഡേറ്റയും ഈ സെൻട്രലൈസ്ഡ് ഏരിയയിൽ ചെന്നിട്ട് ഈ സെൻട്രലൈസ്ഡ് ഏരിയയാണ് ഏതൊക്കെ ലൊക്കേഷനിലേക്കും ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ഡാറ്റ റീറൗട്ട് ചെയ്യേണ്ടത് അങ്ങോട്ട് റീറൗട്ട് ചെയ്യും അല്ലെങ്കിൽ അങ്ങോട്ട് അയക്കും. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്മോൾ ഡിപ്പാർട്ട്മെന്റിലേക്കും അല്ലെങ്കിൽ ലൊക്കേഷനിലേക്കും അല്ലെങ്കിൽ ഡിവൈസിലേക്കും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഈ സെൻട്രലൈസ് ലൊക്കേഷനിലേക്ക് അയച്ചാൽ മതി. അവിടെ നിന്ന് എങ്ങോട്ടാണോ ഡാറ്റ അയക്കേണ്ടത് അങ്ങോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വളരെ ഈസിയായി. ഇനി നമുക്ക് സ്റ്റാർ നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസേഴ്സിന് ഒരുമിച്ച് നെറ്റ്വർക്കിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടി അവിടെ ഒരു നെറ്റ്വർക്ക് കൺട്രോളർ അല്ലെങ്കിൽ സെൻട്രലൈസ് സിസ്റ്റം ഇരിപ്പുണ്ട്. അതുകൊണ്ട് എത്ര ഡേറ്റ അയച്ചാലും ആ സിസ്റ്റം കൺട്രോൾ ചെയ്തതും ഈ നെറ്റ്വർക്ക് ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടി. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിലേക്ക് നമുക്ക് നോഡ്സിനെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും വളരെ ഈസിയാണ്, ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. തേർഡ് അഡ്വാൻറ്റേജ്, ഈ നെറ്റ്വർക്കിലെ ഏതെങ്കിലും ഒരു നോഡ് വർക്ക് ചെയ്യാതിരിക്കുകയോ ഫെയിലിയർ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റ് നോഡുകളുടെ ഫങ്ഷൻസ്, നെറ്റ്വർക്കിലെ ഫങ്ഷൻസിനെ അഫക്റ്റ് ചെയ്യുകയില്ല. നാലാമത്തെ അഡ്വാൻറ്റേജ്, എന്തെങ്കിലും ഇഷ്യൂസ് ഏതെങ്കിലും നോഡിലോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പാത്തിലോ ഉണ്ടെങ്കിൽ അത് ഡയഗണൈസ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം സെൻട്രൽ ഹബിലേക്ക് ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം ഏത് പാത്താണോ ഇഷ്യൂ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏത് നോഡിൽ എന്ത് ഇഷ്യൂ ആണോ സംഭവിക്കുന്നത് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റാർ നെറ്റ്വർക്കിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്, സെൻട്രൽ സെർവർ അല്ലെങ്കിൽ ഡിവൈസ് അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിംഗ് ഫെസിലിറ്റിയിലുള്ള സെൻട്രൽ ഡിവൈസസുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിച്ചു കഴിഞ്ഞാൽ നെറ്റ്വർക്കിലുള്ള ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സിനും ഡിവൈസസിനും നെറ്റ്വർക്കിലേക്കുള്ള കണക്ടിവിറ്റി ഫുൾ ആയിട്ട് നഷ്ടപ്പെടും. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ആണ്. ഇവിടെ ഈ ഒരു ഡയഗ്രാമിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാ ഡിവൈസും സെൻട്രൽ സെർവറിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും കേബിൾസ് ഒക്കെ ആവശ്യമാണ്, ഒരുപാട് അതിൻ്റെ ഇടയിൽ ഒരുപാട് നെറ്റ്വർക്കിംഗ് കമ്പോണൻസ് ഒക്കെ ആവശ്യമാണ്. ഇത് ഓവറോൾ ഇനിഷ്യൽ ഡിപ്ലോയ്മെന്റ് കോസ്റ്റും അതുപോലെ തന്നെ മാനേജ്മെന്റ് കോസ്റ്റും ഭയങ്കര ഹൈ ആക്കും. നെക്സ്റ്റ് ടോപ്പോളജിയാണ് റിംഗ് ടോപ്പോളജി അല്ലെങ്കിൽ ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിയും റിംഗ് ടോപ്പോളജിയും ഏകദേശം സിമിലർ ആണ്. പക്ഷെ ബസ് ടോപ്പോളജിയിൽ മെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ നെറ്റ്വർക്ക് ഉണ്ട്. അതിലേക്ക് കുറച്ച് ബ്രാഞ്ചസ് പോലെയാണ് കുറെ നോഡ്സ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ റിംഗ് ടോപ്പോളജിയിൽ ഈ ബാക്ക് ബോൺ നെറ്റ്വർക്ക് ഒരു ലൂപ്പ് പോലെയായിരിക്കും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ നോഡ്സ് ഈ ലൂപ്പിൽ സീക്വൻഷ്യലി ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ മൂന്ന് ഡയഗ്രാമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഡയഗ്രാമിൽ
സർക്കിൾ ഫോം ചെയ്താണ് ലൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു പെന്റഗൺ പോലെയാണ് ലൂപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ലൂപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ പർട്ടിക്കുലർ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റിംഗ് ടോപ്പോളജിയും സ്റ്റാർ ടോപ്പോളജിയും കമ്പൈൻ ചെയ്താണ് എൻറ്റയർ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു നെറ്റ്വർക്കിൽ നമുക്ക് പലതരത്തിലുള്ള ടോപ്പോളജീസ് ഇന്റഗ്രേറ്റ് ചെയ്ത് നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. റിംഗ് ടോപ്പോളജി ഫോളോ ചെയ്യുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് ആണ്. അതായത് സ്റ്റാർ ടോപ്പോളജിയെ പോലെ ഒരു സെൻട്രൽ സെർവർ ഇല്ല ഈ നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും. ഈ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഈ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ പാസ് ചെയ്യണം. അപ്പോൾ ഈ കമ്പ്യൂട്ടറിന് ഒന്നെങ്കിൽ ഈ പാത്ത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പാത്ത് ചൂസ് ചെയ്യാം. ഈ ഒരു സെനാരിയോയിൽ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഈ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ പാസ് ചെയ്യണം. ഒന്നെങ്കിൽ ഈ കമ്പ്യൂട്ടറിന് ഈ പാത്ത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിന് ഈ പാത്ത് ചൂസ് ചെയ്യാം. എപ്പോഴും ഒരു നെറ്റ്വർക്കിൽ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ ഡാറ്റ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫാസ്റ്റസ്റ്റും ഷോർട്ടസ്റ്റുമായ പാത്തേ ചൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഈ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കമ്പ്യൂട്ടറും ഓൾമോസ്റ്റ് ഏത് പാത്ത് യൂസ് ചെയ്താലും ഇക്വി ഡിസ്റ്റൻസിലാണ്. ഇങ്ങനത്തെ കേസുകളിൽ കമ്പ്യൂട്ടർ പൊതുവെ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യും. ഇനി ഒരു കേസ് നോക്കുക, ഈ പാത്തും അവൈലബിൾ ആണ്, പക്ഷേ ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് പാത്ത് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ആ പാത്തിൽ കൂടെ ഡാറ്റ പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പ്യൂട്ടർ ഈ പാത്തിലേക്ക് ചൂസ് ചെയ്യും, മറ്റേ പാത്ത് ഒമിറ്റ് ചെയ്യും. പക്ഷേ മുകളിലുള്ള സ്റ്റാർ ടോപ്പോളജി നോക്കിക്കഴിഞ്ഞാൽ ഈ സെൻട്രൽ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ സെൻട്രൽ ഡിവൈസസിന് എന്തെങ്കിലും ഇഷ്യൂസ് പറ്റിക്കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിന് ഒരു വഴിയും റീച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ എൻറ്റയർ നെറ്റ്വർക്ക് ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ റിംഗ് ടോപ്പോളജി സ്റ്റാർ ടോപ്പോളജിനെ അപേക്ഷിച്ച് കൂടുതൽ റിലയബിൾ ആണ്. കൂടാതെ തന്നെ ഒരുപാട് വയർ യൂസ് ചെയ്യേണ്ട, അതുകൊണ്ട് കോസ്റ്റും കുറവാണ്. ഇനി റിംഗ് ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ, റിംഗ് ടോപ്പോളജി ഒരു ഡീസെൻട്രലൈസ്ഡ് ആണ്. അതുകൊണ്ട് ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ വേണ്ട നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആയ നെറ്റ്വർക്ക് ഡിവൈസസോ നെറ്റ്വർക്ക് സെർവറോ വേണ്ട ഈ എൻറ്റയർ നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യാൻ. സെക്കൻഡ് അഡ്വാൻറ്റേജ്, ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്പെസിഫിക് ഡിവൈസസ് ഒന്നും വേണ്ട. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ചാനലും പ്രോട്ടോകോൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. തേർഡ് അഡ്വാൻറ്റേജ്, റിംഗ് ടോപ്പോളജി അല്ലെങ്കിൽ റിംഗ് നെറ്റ്വർക്ക് സ്റ്റാർ ടോപ്പോളജിനെ അപേക്ഷിച്ച് ബ്രേക്ക് ഡൗൺസ് ഒക്കെ കുറവായിരിക്കും. കാരണം ഏതെങ്കിലും ആ ഒരു നെറ്റ്വർക്ക് പാത്ത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നെറ്റ്വർക്ക് പാത്ത് എപ്പോഴും റിംഗ് ടോപ്പോളജിയിൽ അവൈലബിൾ ആണ്. ഫോർത്ത് അഡ്വാൻറ്റേജ്, മെയിൻലി റിംഗ് ടോപ്പോളജി യൂസ് ചെയ്യുന്നത് ഒരു ചെറിയ നെറ്റ്വർക്സിലായിരിക്കും. ബസ് പോലെ തന്നെ ആ നെറ്റ്വർക്സിൽ ചെറിയ വർക്ക് സ്റ്റേഷൻസും ഒരേ പെർഫോമൻസ് ഉള്ള വർക്ക് സ്റ്റേഷൻസ് ഒക്കെ ആണെങ്കിൽ റിംഗ് ടോപ്പോളജി അതിന്റെ ഹയസ്റ്റ് പെർഫോമൻസ് നൽകും. ഫിഫ്ത്ത് അഡ്വാൻറ്റേജ്, തിയററ്റിക്കലി റിംഗ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ റിംഗ് ടോപ്പോളജിക്ക് ഒരുപാട് വലുതാവാൻ പറ്റും. ബസ് ടോപ്പോളജിയിൽ യൂട്ടിലൈസ് ചെയ്ത പോലെ തന്നെ നമുക്ക് റിപ്പീറ്റേഴ്സ് വെച്ച് റിംഗ് ടോപ്പോളജി വളരെ വലുതാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ റിംഗ് ടോപ്പോളജി ഈസിലി എക്സ്റ്റെൻഡബിൾ ആണ്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിസഡ്വാൻറ്റേജസ് പലതും നമുക്ക് കോൺട്രഡിക്ടറി ആയിട്ട് തോന്നും. കാരണം മുകളിൽ ഇതേ ഡിസഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡിസഡ്വാൻറ്റേജസ് പലതും പറഞ്ഞിരിക്കുന്ന വേറെ കുറെ ടോപ്പോളജീസിനെ കമ്പയർ ചെയ്തിട്ടാണ്. ആ ഒരു പാർട്ട് ഈ ഒരു ഡിസഡ്വാൻറ്റേജസിൽ മിസ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അതാണ് കൺഫ്യൂസിങ് വരാൻ കാരണം. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്, റിലേറ്റീവ്ലി എക്സ്പെൻസീവ് ആൻഡ് ഡിഫിക്കൽട്ട് ടു ഇൻസ്റ്റാൾ. ഇത് ബസ് നെറ്റ്വർക്കിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ പോയിന്റ് കറക്റ്റ്. പക്ഷേ മെഷ് നെറ്റ്വർക്കിനോ സ്റ്റാർ നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് റിംഗ് ടോപ്പോളജി റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവും ഈസി ടു ഇൻസ്റ്റാളുമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ്, ഫെയിലിയർ ഓഫ് വൺ കമ്പ്യൂട്ടർ ഓൺ ദ നെറ്റ്വർക്ക് ക്യാൻ അഫക്ട് ദ ഹോൾ നെറ്റ്വർക്ക്. ഇതും ബസ് നെറ്റ്വർക്കിനെ കമ്പയർ ചെയ്തേ പറയാൻ പറ്റുള്ളൂ. കാരണം ബസ് നെറ്റ്വർക്കിൽ ഇവിടെ രണ്ട് നോഡുകളുണ്ട്. ഈ നോഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മറ്റേ നോഡ് ഒരു പ്രശ്നമില്ലാതെ വർക്ക് ചെയ്യും until or unless the backbone having some issue. പക്ഷേ റിംഗ് നെറ്റ്വർക്കിലാണെങ്കിലോ ഈ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ സൈഡിലേക്കുള്ള ഫുൾ നെറ്റ്വർക്ക് ഡൗൺ ആയിപ്പോകും. എല്ലാ ട്രാഫിക്കും ഈ സൈഡിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സൈഡിൽ കൂടുതൽ ട്രാഫിക് കൺജഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തേർഡ് ഡിസഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ട്രബിൾ ഷൂട്ട് എ റിംഗ് നെറ്റ്വർക്ക്. അതായത് ബസ് നെറ്റ്വർക്കിലാണെങ്കിൽ ഈ നോഡ് കംപ്ലൈന്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം ആ നോഡ് സംബന്ധമായ എവിടെയോ ആണ് നെറ്റ്വർക്കിൽ ഇഷ്യൂ എന്ന്. പക്ഷേ റിംഗ് നെറ്റ്വർക്കിലാണെങ്കിൽ ഒരു നെറ്റ്വർക്ക് പാത്ത് അല്ലെങ്കിൽ ഒരു സൈഡ് കംപ്ലൈന്റ് ആണ് എങ്കിൽ അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ ബസ് നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് പോയിന്റ്, ആഡിങ് ഓർ റിമൂവിങ് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ഡിസ്റ്റർബ് ദ നെറ്റ്വർക്ക്. ഏത് ടോപ്പോളജി ആയാലും ഒരു നോഡിനെ ആഡ് ഓർ റിമൂവ് ചെയ്യുമ്പോൾ റിംഗ് ടോപ്പോളജിയാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ബസ് ടോപ്പോളജി എടുക്കാം. എനിക്ക് ഇവിടെ
ഇവിടെ ഒരു പുതിയ നോഡ് ആഡ് ചെയ്യണം, ഒരു ടി കണക്ടർ യൂസ് ചെയ്ത് എനിക്ക് പുതിയ നോഡ് ആഡ് ചെയ്യാം. ഇൻ കേസ് ഓഫ് സ്റ്റാർ നെറ്റ്വർക്ക് ആണെങ്കിൽ ഒരു പുതിയ നോഡ് ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഇവിടെ ഒരു പുതിയ നോഡ് ആഡ് ചെയ്യാം. പക്ഷേ റിംഗ് ടോപ്പോളജി ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പുതിയ നോഡ് ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ പറ്റുകയില്ല. ഇത്രയേ ഉള്ളൂ റിംഗ് നെറ്റ്വർക്ക്. ലെറ്റ്സ് മൂവ് ഓൺ ടു മെഷ് നെറ്റ്വർക്ക്. നെക്സ്റ്റ് ടോപ്പോളജി ഈസ് മെഷ് ടോപ്പോളജി അല്ലെങ്കിൽ മെഷ് നെറ്റ്വർക്ക്. മെഷ് നെറ്റ്വർക്കിൽ ഒരു നോഡ് നെറ്റ്വർക്കിലെ വേറെ കുറെ നോഡ്സ് ആയിട്ട് റാൻഡം ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മെഷ് നെറ്റ്വർക്ക് രണ്ട് ടൈപ്പ് ആണുള്ളത്. ഒന്ന് ഫുൾ മെഷ്, രണ്ട് പാർഷ്യൽ മെഷ്. ഫുൾ മെഷ് നെറ്റ്വർക്കിൽ ഓരോ നോഡും ആ നെറ്റ്വർക്കിലെ ബാക്കിയുള്ള എല്ലാ നോഡ്സുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കും. വേറാസ് പാർഷ്യൽ നെറ്റ്വർക്കിൽ എല്ലാ നോഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. കുറെ നോഡ്സ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും, കുറെ നോഡ്സ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. ഇവിടെ കണക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് നോഡ് തമ്മിലുള്ള ഡയറക്റ്റ് ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ കണക്ഷൻ ആണ്. അതായത് രണ്ട് നോഡ് തമ്മിൽ ഫിസിക്കൽ ആയിട്ടുള്ള നെറ്റ്വർക്ക് കേബിള് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഹാഫ് മെഷിലും രണ്ട് നോഡുകൾ തമ്മിലുള്ള കണക്ഷൻ ഉണ്ട്. സേ ഈ നോഡും തമ്മിൽ കണക്റ്റഡ് ആണ്, പക്ഷെ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഈ കേസിൽ ഈ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ കൂടി ഇത് ഫുൾ മെഷ് ആവാത്തത്. ഫുൾ മെഷ് വളരെ കോസ്റ്റ്ലി ആണ്, ബിക്കോസ് ഓരോ നോഡിൽ നിന്നും നമ്മൾ ഡെഡിക്കേറ്റഡ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഫുൾ മെഷ് നെറ്റ്വർക്ക് അത്ര കോമൺ അല്ല. മെയിൻലി മിലിറ്ററി ഇൻസ്റ്റലേഷൻസിലാണ് നമ്മൾ ഫുൾ മെഷ് നെറ്റ്വർക്ക് കൂടുതലായി യൂസ് ചെയ്യുന്നത്. മെഷ് നെറ്റ്വർക്കിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വളരെ ഈസിയാണ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ഏതെങ്കിലും ഒരു നോഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നെറ്റ്വർക്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഡിഫറെന്റ് റിഡൻഡന്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് പാത്ത് അവൈലബിൾ ആണ് ഓരോ നോഡിലേക്കും. രണ്ടാമത്, എന്തെങ്കിലും പ്രോബ്ലം ഏതെങ്കിലും നോഡിൽ ഇഷ്യൂസ് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡയഗ്നൈസ് ചെയ്യാനും ട്രബിൾ ഷൂട്ട് ചെയ്യാനും ഈസിയാണ്. ഡിസഡ്വാൻറ്റേജ് മെയിൻലി ആയിട്ട് കോസ്റ്റ് ആണ്. ഇൻസ്റ്റാളേഷൻ കോസ്റ്റും മെയിൻ്റെനൻസ് കോസ്റ്റും മെഷ് നെറ്റ്വർക്കിന് വളരെ കൂടുതലാണ്. കാരണം ബാക്കി ഏത് നെറ്റ്വർക്ക് ടോപ്പോളജിനെ അപേക്ഷിച്ച് കേബിളിംഗ് മെഷ് നെറ്റ്വർക്കിന് കൂടുതലാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജീസ്. താങ്ക് യു. See you on next video.